ഹായ്, ISL കുറിച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. കേരളവുമാണ് ഈ കാര്യം ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളത്. ISL ആരംഭിക്കുന്നത് ഒക്ടോബർ 10-നാണ്. ഇതിൽ ഇപ്പൊ നിലവിൽ 14 ടീമുകൾ പങ്കെടുക്കും എന്നുള്ളത്. നിലവിൽ ഡയമണ്ട് ഹാർബറും ഈ ഒരു സീസണായിട്ട് പങ്കെടുക്കും എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷെ അവര് 2ാം ഗഡുവായിട്ടുള്ള തുക AFF-നായിട്ട് നൽകിയിട്ടില്ല. അവരടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഒഫീഷ്യൽ ആയിക്കൊണ്ട് തന്നെ AFF അറിയിച്ചിട്ടുണ്ട്. ഡയമണ്ട് ഹാർബർ FC ഇതിൽ പങ്കെടുത്താൽ നിലവിൽ 15 ക്ലബ്ബുകളായിട്ട് ഇത്തവണ ISL നടക്കും. പിന്നെ ഓൾറെഡി ജംഷഡ്പൂരി പോയി കഴിഞ്ഞു. അതിന് പകരം ചർച്ചിൽ പ്രദേശമാണ് ഇത്തവണ ISL കളിക്കുക. ഇനി നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലോട്ട് വരാം. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ ഒഫീഷ്യലായിട്ട് സൈനിങ് ഒന്നും നടത്തിയിട്ടില്ല. പക്ഷെ ഇന്ത്യൻ താരങ്ങളുടെ അവൈലബിലിറ്റി കുറഞ്ഞു വരണം. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു ആവറേജ് ടീം കൊണ്ട് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നത്. ഇനി ഒരു 12-13 ദിവസം മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ട്രാൻസ്ഫർ വിൻഡോ അടക്കാനായിട്ട്. ഇതിനു മുമ്പ് സൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഫ്രീ ഏജന്റ് ആയിട്ട് നിൽക്കുന്ന താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സിന് ടീമിലെത്തിക്കാൻ പറ്റുള്ളൂ. ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കുറച്ച് നിരുത്സാഹപ്പെടുത്തുന്നതിന്റെ വാർത്ത തന്നെയാണ്. പക്ഷെ പുറത്തുള്ള താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ അതെങ്കിലും മികച്ച താരങ്ങളാവട്ടെ നമുക്ക് ആഗ്രഹിക്കാം. സോ നിലവിൽ ഇന്ത്യൻ താരങ്ങളുടെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഫ്രീ ഏജന്റായി നിൽക്കുന്ന താരങ്ങളെ ആയിരിക്കാം ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ സൈൻ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടിലുണ്ട്. സോ എന്തായാലും വൈകാതെ തന്നെ ആ സംഭവം നടക്കും. എന്തായാലും നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒപ്പീനിയനും താഴെ ഷുവറായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.